ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഓണമൊക്കെ ഇവിടം വരെ എത്തിക്കാണും. ചിലർ വീട്ടിൽ നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുന്നുണ്ടാവും അല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തോടെ സമൃദ്ധിയോടെ ഇരിക്കട്ടെ. ഈ ഓണത്തിന് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാറുള്ള സമയമായിരിക്കും. ഫുഡും ഓണസദ്യ, അതുപോലെ തന്നെ പായസവും പലവിധ സമൃദ്ധികളറിഞ്ഞ സദ്യ ആയിരിക്കുമല്ലോ അല്ലേ. അതൊക്കെ കഴിക്കാമെന്ന് വെച്ചാലും നല്ലൊരു എൻജോയ്മെൻറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതേപോലെ ഗെയിംസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഏർപ്പെടാൻ ശ്രമിക്കുക. എനിക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത്, നമ്മൾ ഇത്രയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന് പോലും കഴിയാതെ ഇതൊക്കെ ആഗ്രഹിച്ച് ഇത്ര എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഓണസദ്യയൊക്കെ എല്ലാം റെഡിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് പല കുടുംബങ്ങളിലും അതേപോലെ തന്നെ ദുഃഖത്തിൻ്റെ സങ്കടത്തിൽ കടലിൽ മുങ്ങിത്താണുപോയ അവസ്ഥകളുണ്ടായിട്ടുണ്ട് അല്ലേ. അതിൽ ഒന്ന് ഞാൻ പറയാം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയയിൽ ഒരു കാറുകാരൻ നടന്നു പോയിക്കൊണ്ടിരുന്നവരെ, അതായത് ബൈക്കിൽ സ്കൂട്ടിയിലിരുന്നവരെ ഇടിച്ച് തെറിപ്പിച്ചവർ രണ്ടുപേരും ദാരുണമായ നമ്മെ വിട്ട് ഈ ലോകം വിട്ടു പോകാനിടയിൽ തീർന്നു. അവരുടെ കുടുംബം. അതേപോലെ തന്നെ ഇന്നലെ രാവിലെ തന്നെ വേറൊരു ന്യൂസ് കൊല്ലം ഓച്ചിറയിൽ നടന്നത്. ഭാര്യ സഹോദരൻ്റെ മോനെ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി, അത് അവരുടെ വീട്ടിലെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള സമയത്ത് ഒരു KSRTC ആയിട്ട് കൂട്ടിയിടിച്ച് തൽക്ഷണം അവരും ഈ ലോകം വിട്ടുപോകാൻ. അത് അവിടുത്തെ ആ വീട്ടിലെ അച്ഛനും 2 പിഞ്ചു കുഞ്ഞുങ്ങളും. ഒന്ന് പറയാൻ പോലും, ഓർക്കുമ്പോൾ അതൊരു എന്തോ ഒരു അവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് അല്ലേ, ഓണം, അതുപോലെ തന്നെ മത്സരങ്ങൾ എല്ലാം. പക്ഷെ എന്നിട്ടും അവർ ഈ ലോകത്ത് നമ്മളെ വിട്ടു പോയി. അതൊക്കെ ഓർക്കുമ്പം നമുക്ക് ഈ ഓണമൊന്നും ആഘോഷിക്കാനേ കഴിയുന്നില്ല. കാരണം മറ്റുള്ളവരുടെ വീട്ടിലെ സങ്കടങ്ങൾ, ദുഃഖങ്ങളെല്ലാം അതൊക്കെ ഓർത്തിട്ട് തന്നെ എന്തോ പോലെ. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടിയിട്ട്. കുടുംബത്തിലെ ആ ചേച്ചി, മോള്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവർക്കൊക്കെ നല്ല രീതിയിൽ അതായത് വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരാൻ ദൈവം എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. കാരണം ഇനി പിടിച്ച് നിൽക്കാൻ പാടാണെങ്കിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരും. ഇന്നും നമ്മളോടൊപ്പം സന്തോഷത്തോടെ ആയിരിക്കേണ്ടവരായിരുന്നു ആ കുടുംബങ്ങളും. പക്ഷേ എന്തോ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. എനിക്കിതിൽ നിന്ന് വാഹനം ഓടിക്കുന്നവർ നമ്മളെന്തൊക്കെ കരുതിയെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ ദൈവം നമ്മളെ വിളിക്കും. നമ്മൾ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നമ്മളതുപോലെ തന്നെ തിരിച്ചു പോകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരം. ജനിച്ചാൽ ഒരിക്കലും മരണം ഉറപ്പാണ്. അത് ഏത് രീതിയിലാണേലും ദൈവം വിളിക്കേണ്ട സമയത്ത് നമ്മളെ എങ്കിലും മറ്റുള്ളവരുടെ ജീവനെ നമ്മൾ വില കൽപ്പിക്കുക. പ്രത്യേകിച്ച് ഡ്രൈവിങ് പോകുന്നവർക്ക് ഒരു 5 മിനിറ്റ് നേരത്തെ എത്താൻ വേണ്ടി നിങ്ങൾ ആക്സിലേറ്ററിലൊക്കെ ഉള്ളിൽ കാല് ചവിട്ടി സ്പീഡ് കൂട്ടി പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഓർത്തൊരു കുടുംബമുണ്ട്. അതേപോലെ തന്നെ എതിരെ വരുന്ന വണ്ടിക്കാർ, അവരെ ഓർത്തൊരു കുടുംബമുണ്ട്. ഓരോ മനുഷ്യർക്കും ഓരോ കുടുംബമുണ്ട്, അവരെ സ്നേഹിക്കുന്നവരുണ്ട് എന്നുള്ള ചിന്തകൾ നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴിയുടെ സൈഡിൽ ഒതുക്കിയിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മുഖമൊക്കെ ഒന്ന് ഫ്രഷായി കഴുകാൻ ശ്രമിക്കുക. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വണ്ടി ഓടിക്കുക. നമുക്ക് ടൈം എന്നുള്ളത് നമുക്ക് ഒരിക്കലും പിടിച്ചാൽ കിട്ടുന്നതല്ല. നമ്മൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ ടൈം നമ്മൾ ഒരിക്കലും പോയ സമയം നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചിന്തിച്ചുകൂടാ. അതുകൊണ്ട് നമ്മളാൽ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രത്തോളം കൺട്രോൾ ചെയ്ത് വാഹനങ്ങൾ ഓടിക്കുക. അമിത വേഗത കുറയ്ക്കുക. ഒരു 60-70, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കേരളത്തിൽ പോകാൻ പറ്റുന്നൊരു സ്പീഡ് അതാണ്. ഒരു 60-70 മാക്സിമം നല്ല സ്പീഡാണ്. നമ്മളതിലും നമ്മുടെ ഫാമിലീനെ ഓർക്കുക. വണ്ടി ഇപ്പോഴും ഓടിക്കുമ്പോഴും ബൈക്ക് യാത്രക്കാർ, അതുപോലെ തന്നെ ചെറിയ വണ്ടികൾ ഓടിക്കുമ്പോൾ ഒരു ബസ്സുകാർ, എല്ലാവരും ഓർക്കുക നമ്മളെ ചുറ്റിപ്പറ്റി കുറേ ജീവിതങ്ങളുണ്ട്, അവരുടെ സന്തോഷമാണ് നമ്മൾ എന്നൊക്കെ ഓർക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവർക്കും ഓരോ മനുഷ്യനും അവരെ സ്നേഹിക്കുന്ന അവരുടെ കുടുംബങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ അങ്ങനെയുള്ളവരുണ്ട്. അവരുടെ കുഞ്ഞുമൊക്കെ ഓർത്ത് നോക്കിയേ. അതുകൊണ്ട് ഇനിയും വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ പരമാവധി കെയർ ചെയ്ത് ഓടിക്കുക.
ഒത്തിരി സ്പീഡ് പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? എത്രത്തോളം നിങ്ങൾ ചവിട്ടി വിട്ടാലും നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് നേരത്തെ അവിടെ എത്താൻ കഴിയും. അത് ഇച്ചിരി താമസിച്ചെത്തിയെന്ന് വെച്ച് നിങ്ങൾക്ക് ജീവിതം പോകുന്ന അത്രയും വലിയ നഷ്ടമൊന്നും നമുക്ക് വേറെ കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ കെയർഫുള്ളായിരിക്കുക. നിങ്ങളൊരാളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു മെസ്സേജ് തന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ഓണാശംസകൾ ഞാൻ നേരുന്നു. നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ തിടുക്കമൊന്നും കാണിക്കാതെ നിങ്ങൾ മെല്ലെ പോകാൻ ശ്രമിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവരെ പറ്റി, നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ഒന്നും വാശിയിലെടുത്ത് ചാടാതിരിക്കുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാവരെയും നിങ്ങൾ ഏത് ഇതിലാണോ വിശ്വസിക്കുന്നത്, ഏത് ഇതിലാണോ പ്രാർത്ഥിക്കുന്നതെങ്കിലും പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ടും. എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.